വിനിഷ. വലിയ ആവേശം ദൃശ്യങ്ങളിൽ തന്നെ പ്രകടമാകുകയാണ്. ആകാശ ദൃശ്യങ്ങളൊക്കെ എത്രമേൽ വലിയ ആവേശത്തിലാണ് നിലമ്പൂർ ജനതയുള്ളത്, നിലമ്പൂർ നഗരം ഒന്നാകെ ഉള്ളത് എന്നുള്ളത് കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട് വിനിഷ. കൃത്യമായ രാഷ്ട്രീയം സംസാരിച്ചു തുടങ്ങിയ നിലമ്പൂർ മണ്ഡലം അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് എത്തുമ്പോൾ നഗര കേന്ദ്രീകൃതമായ കൊട്ടിക്കലാശമാണ് പറഞ്ഞിട്ടുള്ളത്. നിലമ്പൂർ നഗരത്തിലാണ് എല്ലാ മുന്നണികൾക്കും കൊട്ടിക്കലാശത്തിനായി സ്ഥലം അനുവദിച്ചിട്ടുള്ളത്. ആ സ്ഥലത്തേക്ക് ഓരോ മുന്നണിയുടെയും പ്രവർത്തകർ എത്തിച്ചേരുകയാണ്. നിലവിൽ 4 മണി മുതൽ 6 മണി വരെയാണ് കൊട്ടിക്കലാശത്തിന് സമയം പറഞ്ഞിരിക്കുന്നത്. 4 മണിയാവാൻ ഇനിയും മണിക്കൂർ ബാക്കിയാണ്. അപ്പോൾ പോലും ഈ നഗരം നിറഞ്ഞു കവിയുന്നൊരവസ്ഥയാണ്. അത്രത്തോളം ആവേശത്തിലാണ് നിലമ്പൂർ ജനത ഈ ഉപതെരഞ്ഞെടുപ്പിനെ ഏറ്റെടുത്തത്. എം സ്വരാജ് LDF സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് CPIM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ ദാസ് എം സ്വരാജ് എന്ന പേര് നിലമ്പൂർ കാൻഡിഡേറ്റായി പ്രഖ്യാപിക്കുന്ന ആ സമയം ഇവിടെ വിജയാഘോഷം മുഴക്കിയവരാണ് നിലമ്പൂർ ജനത. അതേ വിജയാഘോഷത്തിന്റെ മറ്റൊരു പതിപ്പാണ് ഈ കൊട്ടിക്കലാശത്തിന്റെ ആവേശം എന്ന് പറയുന്നത്. അത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് നിലമ്പൂർ ജനത. നിലമ്പൂർ പ്രത്യേകിച്ച് LDF പ്രവർത്തകർ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന നിലമ്പൂര് ഇത്തവണയും ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്നത് തീർത്തും ഏറ്റവും കൂടുതലായുള്ള ആത്മപ്രതീക്ഷ, വിജയപ്രതീക്ഷ തന്നെയാണ് നിലമ്പൂർ ജനത LDF ഗവൺമെന്റ് ആദ്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ LDFന്റെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. ആ സംസാരിച്ചപ്പോഴൊക്കെ പങ്കുവെച്ചത് ഈ ആത്മവിശ്വാസം തന്നെയായിരുന്നു. അത്രത്തോളം ആത്മവിശ്വാസം ജനപിന്തുണ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. LDFന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നടത്തിയ പല യോഗങ്ങളായാലും കുടുംബയോഗങ്ങളായാലും പ്രചാരണ റാലികളായാലും നേരിട്ട് കണ്ട് ഓരോ വോട്ടർമാരോടും വോട്ട് അഭ്യർത്ഥിക്കുമ്പോഴായാലും ജനങ്ങളുടെ പിന്തുണ അത്രത്തോളം നേരിട്ട് അനുഭവിച്ചു എന്നാണ് LDF നേതാക്കളെല്ലാം തന്നെ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ആ വിശ്വാസമാണ് LDF ക്യാമ്പിനെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാനാകുമെന്ന പ്രതീക്ഷ LDF മുന്നണിക്ക് പങ്കുവെക്കുന്നത്. മറുപക്ഷത്ത് UDF ക്യാമ്പിലേക്ക് വന്നാൽ LDF മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, നിലമ്പൂർ മണ്ഡലത്തിലെ അടക്കം വികസന നേട്ടങ്ങൾ LDF സർക്കാർ കഴിഞ്ഞ 9 വർഷങ്ങളായി സംസ്ഥാന ഭാഗമാനം നടത്തിവരുന്ന വികസന പ്രവർത്തനങ്ങളുടെ കണക്കെടുപ്പ് കൂടിയാകുന്നുണ്ട് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതിനാൽ തന്നെ LDF സർക്കാരിന്റെ പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു വിലയിരുത്തലാണ്, ഒരു ലിറ്റസ് ടെസ്റ്റാണ്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള ഒരു ലിറ്റസ് ടെസ്റ്റാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ നിലമ്പൂർ ജനതാത്തോളം ആവേശത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതേ മത്സര വീര്യത്തോടു കൂടി തന്നെ അതേ ആവേശം ഒട്ടും ചോരാതെ തന്നെയാണ് ഇപ്പോൾ ഈ കൊട്ടിക്കലാശത്തിന്റെ മണിക്കൂറുകളിലും നിലമ്പൂർ ജനത നിൽക്കുന്നത്. നമുക്ക് കാണാം ചുവന്ന കൊടികൾ ഉയർത്തി INന്റെ പച്ചക്കൊടി കാണാം. നമുക്ക് എം സ്വരാജിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് അരിവാൾ സൃഷ്ടിക നക്ഷത്രം പ്ലക്കാർഡുകളിൽ അച്ചടിച്ച് അത് ഉയർത്തിക്കാണിച്ച് എം സ്വരാജിന്റെ ഫോട്ടോ പതിച്ച പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ ആവേശത്തിൽ ഇവിടെ നിലമ്പൂർ ജനത കൊട്ടിക്കലാശത്തിന്റെ മണിക്കൂറുകൾ ആവേശത്തിന്റെ കൊടിമുടിയിൽ കയറുകയാണ്. DJ പാട്ടുകളുടെ അകമ്പടിയോടുകൂടി വലിയേറെ ആവേശത്തിലാണ് നിലമ്പൂർ ജനത ഈ കൊട്ടിക്കലാശത്തിന്റെ മണിക്കൂറുകളെ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോഴും പറയുന്നത് നിലമ്പൂർ ജനതയോട് LDF ക്യാമ്പ് പറയുന്നത് രാഷ്ട്രീയം തന്നെയാണ്, വികസന പ്രശ്നങ്ങൾ തന്നെയാണ്. ഈ LDF സ്ഥാനാർത്ഥിയായി എം സ്വരാജിനെ ആവശ്യപ്പെട്ടത് UDF ക്യാമ്പായിരുന്നു. ആ UDF ക്യാമ്പിൽ നിന്ന് എം സ്വരാജിനെ പോലെ ഒരാൾ ഇവിടെ കാൻഡിഡേറ്റായി വരുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്ന തരത്തിലായിരുന്നു UDF നേതാക്കളുടെ പ്രതികരണങ്ങളൊക്കെ. അപ്പോൾ ആ രീതിയിൽ എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തെ തള്ളിക്കളയാനായി എം സ്വരാജിന് ലഭിക്കുന്ന ജനപ്രീതി ഇല്ലാതാക്കാൻ വേണ്ടി ഏതൊക്കെ തരത്തിൽ എം സ്വരാജിന്റെ വിവാദം ഉയർത്താൻ പറ്റുമോ, LDFനെതിരെ വിമർശനം ഉന്നയിക്കുവാൻ പറ്റുമോ, ഇടതുപക്ഷ സർക്കാരിന്റെ വിമർശനം ഉന്നയിക്കാൻ പറ്റുമോ, അത്തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ UDF ഭാഗത്തുനിന്ന് ഏറ്റവും ആദ്യം തുടങ്ങിയത് സർക്കാർ നടപ്പിലാക്കി വരുന്ന പെൻഷൻ പദ്ധതിയെ കുറിച്ചായിരുന്നു. ആ പെൻഷൻ വാങ്ങുന്നവരാണ് എന്ന് പറഞ്ഞ UDF നേതാവ് KC വേണുഗോപാൽ